നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ രാമവർമ്മപുരം കേരള പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയോട് ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ അക്കാദമിയിലെ ഓഫീസർ കമാൻഡന്റ് പ്രേമൻ കടന്നപ്പള്ളി ഒളിവിൽ. ഉദ്യോഗസ്ഥൻ ഒളിവിൽ പോയത് വനിതാ ഉദ്യോഗസ്ഥയുടെ പരാതിയിൽ വിയ്യൂർ പോലീസ് കേസെടുത്തതിന് പിന്നാലെ മുൻകൂർ ജാമ്യത്തിന് ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായാണ് നീക്കമെന്ന് സൂചന. ചെറുതുരുത്തി ചുങ്കത്ത് 3 പതിറ്റാണ്ട് മുമ്പ് കോൺഗ്രസ് സ്ഥാപിച്ച സ്മൃതി മണ്ഡപം പൊളിച്ചു നീക്കി. നടപടി ചെറുതുരുത്തി പൊന്നാനി റോഡ് വികസനത്തിന്റെ ഭാഗമായി കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ. പാതയിലെ സ്തൂപം പൊളിച്ചുമാറ്റിയത് വെള്ളിയാഴ്ച രാവിലെ കനത്ത പോലീസ് കാവലിൽ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ചേലക്കര സ്വദേശി കുന്നംകുളം പോലീസിന്റെ പിടിയിൽ. കുപ്രസിദ്ധ കുറ്റവാളി അബ്ദുൾ റഹീമിനെ അറസ്റ്റ് ചെയ്തത് കേച്ചേരി സ്വദേശിയെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ. കുന്നംകുളം കീഴൂരിൽ 22 വയസ്സുകാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. മരിച്ചത് കീഴൂർ തെക്കേക്കര വീട്ടിൽ ഫെബിന്റെ മകൻ ജോൺ. ചരിത്രായനവുമായി പാലക്കാട് ജില്ലാ ലൈബ്രറി കൗൺസിൽ. സാംസ്കാരിക ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. ഒറ്റപ്പാലത്ത് CITU സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് തൊഴിലാളി സംഗമം. വാർത്തകൾ വിശദമായി. തൃശൂർ രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയോട് ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ അക്കാദമിയിലെ ഓഫീസർ കമാൻഡന്റ് പ്രേമൻ കടന്നപ്പള്ളി ഒളിവിൽ. സംഭവത്തിൽ വിയ്യൂർ പോലീസ് കേസെടുത്തതിനു പിന്നാലെയാണ് ഇയാൾ ഒളിവിൽ പോയത്. മൊബൈൽ ഫോൺ അടക്കം സ്വിച്ച് ഓഫ് ചെയ്താണ് പ്രേമൻ കടന്നപ്പള്ളി ഒളിവിൽ പോയിട്ടുള്ളത്. മുൻകൂർ ജാമ്യത്തിന് ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായാണ് നീക്കമെന്നാണ് സൂചന. ഇയാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അക്കാദമി ഡയറക്ടർ കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരുന്നു. ഈ മാസം 17, 22 തീയതികളിൽ ലൈംഗിക അതിക്രമം നടത്തുകയും അശ്ലീല ചുവയോടെ സംസാരിക്കുകയും ചെയ്തു എന്നാണ് ഓഫീസർ കമാൻഡന്റ് പ്രേമൻ കടന്നപ്പള്ളിക്കെതിരെയുള്ള വനിതാ ഉദ്യോഗസ്ഥയുടെ പരാതി. എതിർത്തിട്ടും അതിക്രമം ആവർത്തിച്ചുവെന്നും ഓഫീസ് സമയത്തിന് ശേഷം വിളിച്ചുവരുത്തിയായിരുന്നു അതിക്രമമെന്നും പരാതിയിൽ പറയുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗികാതിക്രമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് വിയ്യൂർ പോലീസ് കേസെടുത്തത്. ആഭ്യന്തരാന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതോടെ ഇയാളെ കഴിഞ്ഞ ദിവസം അക്കാദമി ഡയറക്ടർ ADGP P. വിജയൻ സസ്പെൻഡ് ചെയ്തിരുന്നു. ഓഫീസ് കമാൻഡന്റിന്റെ നടപടി സേനയ്ക്ക് കളങ്കം സൃഷ്ടിക്കുന്നതാണെന്നും ആഭ്യന്തരാന്വേഷണത്തിലെ കണ്ടെത്തലുകൾ അതീവ ഗൗരവമുള്ളതാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. ആഭ്യന്തര കമ്മിറ്റി അന്വേഷണം നടക്കുമ്പോൾ തന്നെ പ്രേമനെ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. സംഭവത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് DYSPയുടെ നേതൃത്വത്തിൽ തുടരന്വേഷണം നടത്താനും അക്കാദമി ഡയറക്ടറുടെ ഉത്തരവിൽ പറയുന്നുണ്ട്. അതേസമയം പ്രേമൻ കടന്നപ്പള്ളിക്കായി വിയ്യൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സംഭവം നടന്നു എന്ന് പറയുന്ന ഓഫീസിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ വിയ്യൂർ പോലീസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തി ചുങ്കത്ത് 32 വർഷം മുമ്പ് കോൺഗ്രസ് സ്ഥാപിച്ച സ്മൃതി മണ്ഡപം പൊളിച്ചു നീക്കി. ചെറുതുരുത്തി പൊന്നാനി ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കോടതി വിധി വന്നതിനെ തുടർന്നാണ് കനത്ത പോലീസ് കാവലിൽ സ്തൂപം പൊളിച്ചുമാറ്റിയത്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി എന്നിവരുടെ ഛായാചിത്രങ്ങൾ ആലേഖനം ചെയ്ത സ്മൃതി മണ്ഡപമാണ് വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെ JCB ഉപയോഗിച്ച് പൊളിച്ചു മാറ്റിയത്. ചെറുതുരുത്തി CI ബോബി വർഗീസ്, SI ആനന്ദ്, ചേലക്കര CI T. ശശികുമാർ, വടക്കാഞ്ചേരി SI MP രാജേഷ് എന്നിവരുടെ കനത്ത സുരക്ഷയിലായിരുന്നു നടപടി. ചെറുതുരുത്തി പൊന്നാനി ദേശീയപാതയുടെ വികസനത്തിന്റെ ഭാഗമായി കോടതി വിധി വന്നതിനെ തുടർന്നാണ് സ്തൂപം പൊളിച്ചുമാറ്റിയതെന്നാണ് പൊതുമരാമത്ത് വിഭാഗം ചേലക്കര അസിസ്റ്റന്റ് എഞ്ചിനീയർ KP ഹരിപ്രസാദ്, വടക്കാഞ്ചേരി അസിസ്റ്റന്റ് എഞ്ചിനീയർ PM വിനീത് എന്നിവർ പറയുന്നത്. കോടതി വിധിയെ മാനിക്കുന്നുവെന്നും എന്നാൽ വിവിധ പ്രദേശങ്ങളിൽ റോഡിന്റെ സമീപത്ത് ഇതുപോലുള്ള സ്മൃതി മണ്ഡപങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ടെന്നും ഇത്തരം നടപടികൾ ഏകപക്ഷീയമാകരുതെന്നും വള്ളത്തോൾ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MA മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ചേലക്കര സ്വദേശി അബ്ദുൾ റഹീം അറസ്റ്റിൽ. കേച്ചേരി മണലി സ്വദേശി രാജേഷിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് റഹീമിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കേസിലെ 2ാം പ്രതി മണലി സ്വദേശി ഷിഹാബിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കേച്ചേരി മണലിയിൽ പാലത്തിനു മുകളിൽ ഇരുന്ന് സംസാരിക്കുകയായിരുന്ന രാജേഷിനെ ബൈക്കിലെത്തിയ പ്രതികൾ ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പ്രതി കത്തികൊണ്ട് പരാതിക്കാരന്റെ കഴുത്തിന് കുത്താൻ ശ്രമിക്കുന്നതിനിടെ കൈകൊണ്ട് തടഞ്ഞതോടെ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഈ സമയത്ത് രാജേഷിനൊപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ പ്രതികൾ വെട്ടി പരിക്കേൽപ്പിച്ചു. ആശുപത്രിയിൽ ചികിത്സ തേടിയ ഇരുവരും കുന്നംകുളം പോലീസിൽ നൽകിയ
പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ചരിത്രയാനം സാംസ്കാരിക ജാഥയ്ക്ക് ഓങ്ങല്ലൂരിൽ സ്വീകരണം നൽകി. കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതി ചെയർമാൻ കെ ജയദേവൻ മുഖ്യപ്രഭാഷണം നടത്തി. പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് പാലക്കാട് ജില്ലാ ലൈബ്രറി കൗൺസിൽ നടത്തുന്ന ചരിത്രയാനം സാംസ്കാരിക ജാഥയ്ക്ക് ഓങ്ങല്ലൂരിൽ സ്വീകരണം നൽകിയത്. പട്ടാമ്പി താലൂക്കിലെ ഓങ്ങല്ലൂർ, കൂറ്റനാട് എന്നിവിടങ്ങളിലാണ് ജാഥയ്ക്ക് സ്വീകരണമൊരുക്കിയത്. ഓങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സ്വീകരണ യോഗത്തിൽ കെ ജയദേവൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇന്നിവിടുത്തെ തർക്കങ്ങൾ എന്താണ്? നമ്മുടെ രാജ്യത്തിലെ തർക്കങ്ങൾ എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ചരിത്രം നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് അക്ബറുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാനല്ല. അത് അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ, ഒരു കാര്യമില്ല. പാനിപ്പത്ത് യുദ്ധത്തിന്റെ നിങ്ങൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തു വെച്ചോളൂ. ഇന്നത്തെ കാലത്ത് അതിനൊന്നും കാര്യമില്ല. ഗൂഗിളിൽ കുത്തിയിട്ടുണ്ട് ഡേറ്റ് ഒക്കെ കിട്ടും. ആരാണ് ഇതൊക്കെ ഓർത്ത് വെച്ചിട്ട് വെറുതെ മെനക്കെടാൻ നിൽക്കുന്നത്? ആരാണ് 16x16 എന്നൊക്കെ പറഞ്ഞിട്ട് 16 എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു എത്രയോട്ടെ. ആരാണ് എന്താണ് അതിന്റെ ആവശ്യം? സുധീർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ രാമചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായി. സംവിധായകൻ ഫാസിൽ റസാഖ്, സിനി ആർട്ടിസ്റ്റ് ബീന കെ ചന്ദ്രൻ, പ്രൊഫസർ പി ഗംഗാധരൻ, സി അച്യുതൻ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. സുധ ടീച്ചർ, എം വി മോഹനൻ, ടി സത്യനാഥൻ, ടി കെ നാരായണദാസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ജാഥാംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കുന്നംകുളം കീഴൂരിൽ 22കാരൻ കുഴഞ്ഞു വീണു മരിച്ചു. കീഴൂർ തെക്കേക്കര വീട്ടിൽ ഫെബിന്റെ മകൻ ജോണാണ് മരിച്ചത്. രാവിലെ 8 മണിയോടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. കുന്നംകുളം ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ ദയ റോയൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. CITU ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി തൊഴിലാളി സംഗമം സംഘടിപ്പിച്ചു. CITU സ്ഥാപക ദിനത്തിന്റെ ഭാഗമായാണ് സംഗമം സംഘടിപ്പിച്ചത്. തൊഴിലാളി സംഗമം CITU പാലക്കാട് ജില്ലാ സെക്രട്ടറി M. ഹംസ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിനകത്ത് വ്യത്യസ്ത രീതിയിലാണ് CITU ജന്മദിനം ആഘോഷിക്കുന്നത്. നമുക്കറിയാം, നിരവധിയായിട്ടുള്ള ബ്ലഡ് ബാങ്കുകളിലേക്ക് ആയിരക്കണക്കായ സഖാക്കളുടെ രക്തം ദാനം ചെയ്തുകൊണ്ട് ഈ CITUവിൻ്റെ ജന്മദിന പരിപാടി അതിഗംഭീരമാക്കുവാൻ ആവശ്യമായ പ്രവർത്തനം നടത്താൻ CITU ഡിവിഷൻ പ്രസിഡന്റ് S. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ സെക്രട്ടറി K. ഭാസ്കരൻ, K. ഗംഗാധരൻ, APM റഷീദ്, KR വിജയൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. മണ്ണൂർ ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. സെമിനാർ മണ്ണൂർ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ നമുക്കൊരു അനുഭവത്തിലെ ജനകീയമായി ഏറ്റെടുക്കുന്ന എല്ലാ പദ്ധതികളും വിജയിപ്പിച്ചൊരു ചരിത്രമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. നമുക്കറിയാം, നമ്മുടെ തുടക്കത്തിലെ സമ്പൂർണ്ണ സാക്ഷരത യജ്ഞം നമ്മൾ ഏറ്റെടുത്തത് എങ്ങനെയാണ്? നിരക്ഷരരായ ധാരാളം ആളുകളെ അക്ഷരത്തിൽ വെളിച്ചം പകർന്നു കൊടുക്കാൻ അഭ്യസ്തരായ ആളുകൾ സമയം നോക്കാതെ ഇടപെട്ടതിന്റെ ഫലമായി സമ്പൂർണ്ണ സാക്ഷരതയിലെത്തിയ സംസ്ഥാനമാണ് നമ്മൾ. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PK ഷബീബ്, ഹെൽത്ത് ഇൻസ്പെക്ടർ സാജൻ, JHI ശർമ്മ, JPHN നിസ തുടങ്ങിയവർ സംസാരിച്ചു. ക്യാൻസർ എങ്ങനെ കണ്ടെത്താം, പരിഹാരമാർഗങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ ഷബീബ്, HI സാജൻ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. വിദ്യാർത്ഥികൾ, അധ്യാപകർ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചെറുതുരുത്തി കഥകളി സ്കൂളിൽ 1 മാസത്തോളമായി നടന്നുവരുന്ന സമ്മർ ക്യാമ്പിന് സമാപനമായി. സമാപന ദിനത്തിൽ പത്മശ്രീ കലാമണ്ഡലം ഗോപിക്ക് കഥകളി സ്കൂളിന്റെ കളിയച്ചൻ പുരസ്കാരം സമർപ്പിച്ചു. സമ്മർ ക്യാമ്പിൽ സൗജന്യമായാണ് വിദ്യാർത്ഥികൾക്ക് നൃത്ത പരിശീലനം നൽകി വന്നത്. പരിപാടി പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് അങ്ങേറ്റം സന്തോഷത്തോടു കൂടി പഠിക്കാനുള്ള സാഹചര്യവും അതേമാതിരി തന്നെ അധ്യാപകർക്ക് ഇവിടെ പഠിപ്പിക്കാൻ അങ്ങേറ്റം ഉത്സാഹവും. അധ്യാപകർക്ക് ഉത്സാഹം, രക്ഷിതാക്കൾക്ക് ഉന്മാദം എന്ന് പറയാം. അതായത് സന്തോഷത്തിനേക്കാളും വലുതാണ് ഈ ഉന്മാദം എന്ന് പറഞ്ഞാൽ. ആ ഉന്മാദം സ്വതവേ ഞാൻ പറയില്ല, അങ്ങനെ ഏത് ആൾക്കാരൊക്കെ ഉണ്ടാവുക. പക്ഷേ ഈ വർഷം പത്മശ്രീ ലഭിച്ച കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണനെ കലാമണ്ഡലം ഗോപിയാശാൻ കഥകളി പുരസ്കാരം നൽകി ആദരിച്ചു.
ക്യാമ്പ് ഡയറക്ടർമാരായ കലാമണ്ഡലം സുജാത, ശ്രീജ ബാബു നമ്പൂതിരി, കലാമണ്ഡലം പ്രിയ, കലാമണ്ഡലം നിമിഷ, കലാമണ്ഡലം അരവിന്ദ്, തിലകൻ എന്നിവർക്കുള്ള ആദരം പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാശാൻ സമ്മാനിച്ചു. SSLC +2 ഉന്നത വിജയികളായ കഥകളി സ്കൂളിലെ രേണുക, അഷിക, കൃഷ്ണവേണി, ശിവശ്രീ, അമൃത എന്നിവർക്ക് കഥകളി സ്കൂളിന്റെ ഉപഹാര സമർപ്പണം പത്മശ്രീ സദനം ബാലകൃഷ്ണൻ നിർവഹിച്ചു. KS സുമേഷ്, കൃഷ്ണകുമാർ പൊതുവാൾ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. തുടർന്ന് ക്യാമ്പ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ബോഡി ബിൽഡിംഗിൽ ഉയരങ്ങൾ കീഴടക്കി തൃശൂർ സ്വദേശിയായ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ. മിസ്റ്റർ ഇന്ത്യ പട്ടം നേടിയ തിരൂർ ചേറ്റുപാറ സ്വദേശി 34 വയസ്സുള്ള നിതിൻ ബാബുവിന്റെ അടുത്ത ലക്ഷ്യം മിസ്റ്റർ യൂണിവേഴ്സാണ്. ഇന്ത്യൻ എയർഫോഴ്സിൽ ജൂനിയർ വാറന്റ് ഓഫീസറാണ് നിതിൻ ബാബു. മഹാരാഷ്ട്രയിലെ ഷിൻഡിയിൽ ഇന്ത്യൻ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് ഫെഡറേഷൻ സംഘടിപ്പിച്ച 64ാമത് സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പിലാണ് മിന്നുന്ന നേട്ടം നിതിൻ കരസ്ഥമാക്കിയത്. ഇനി മുംബൈയിൽ നടക്കാനിരിക്കുന്ന മിസ്റ്റർ യൂണിവേഴ്സ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിതിൻ. ഹായ്, നമസ്കാരം. ഞാൻ നിതിൻ ബാബു. ഞാൻ ഇന്ത്യൻ എയർഫോഴ്സ് ബോഡി ബിൽഡിംഗ് ടീമിലെ ഒരു പ്ലെയറാണ്. ഈ കഴിഞ്ഞ ഏപ്രിൽ 30 നമ്മുടെ നാസിക്കിൽ വെച്ച് നടന്ന IBBFF മിസ്റ്റർ ഇന്ത്യ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് 100+ കാറ്റഗറി വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ കിട്ടി. പിന്നെ അതിനപ്പുറം വരാനിരിക്കുന്ന മിസ്റ്റർ യൂണിവേഴ്സ് വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്ക് ഇന്ത്യ റെപ്പ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ തിരൂർ സ്വദേശി ആണ്. ഞാൻ എയർഫോഴ്സിലായതുകൊണ്ട് എൻ്റെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ഡൽഹി ബേസിലാണ്. നാട്ടിൽ വരുമ്പോൾ ഞാൻ വടക്കാഞ്ചേരി, അത്താണി ലൈഫ് സ്റ്റൈൽ ജിമ്മുകളിലാണ് വർക്കൗട്ട് ചെയ്യാറ്. പണ്ട് മുതലേ ഇതിന് ജോലി കിട്ടുന്നതിന് മുന്നേ തന്നെ ഞാൻ ചെയ്യാറ് വർക്കൗട്ട് ഇവിടെയാണ്. ഇനിയിപ്പോൾ ഞാൻ തയ്യാറെടുക്കുന്നത് ഇനി വരാനിരിക്കുന്ന മിസ്റ്റർ യൂണിവേഴ്സ് ചാമ്പ്യൻഷിപ്പിലേക്കാണ്. അത് നടക്കുന്നത് സെപ്റ്റംബർ 20 ഈ പ്രാവശ്യം ഇന്ത്യയിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്, മുംബൈയിൽ വെച്ചിട്ട്. ജോലിക്കൊപ്പം ഡൽഹി എയർഫോഴ്സ് ജിമ്മിലാണ് പ്രധാന പരിശീലനം. നാട്ടിൽ അവധിക്കെത്തിയാലും വർക്കൗട്ട് തന്നെയാണ് പ്രധാന പരിപാടി. വടക്കാഞ്ചേരി, അത്താണി എന്നിവിടങ്ങളിലെ ജിംനേഷ്യങ്ങളിലാണ് പരിശീലനം. കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണയാണ് തൻ്റെ കരുത്തെന്ന് നിതിൻ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ശതാഭിഷേകം ആഘോഷിക്കുന്ന മണ്ണൂർ രാജകുമാരനുണ്ണി മാസ്റ്ററെ ആദരിച്ചു. നഗരിപ്പുറം സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിലാണ് ആദരിച്ചത്. ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും വീട്ടിലെത്തിയാണ് രാജകുമാരനുണ്ണി മാസ്റ്ററെയും ഭാര്യ ലൈല ടീച്ചറെയും ആദരിച്ചത്. പരിപാടി ബാങ്ക് പ്രസിഡന്റ് PK ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രശസ്തി എത്രത്തോളം ഉണ്ടെന്ന് നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തെ ആദരിച്ചില്ലെങ്കിൽ അത് വലിയൊരു കുറവായിട്ട് നമുക്ക് അനുഭവപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ബാങ്ക് പ്രത്യേക പരിഗണന പത്നിയെയും. വൈസ് പ്രസിഡന്റ് AVM റസാഖ് അധ്യക്ഷനായി. ഡയറക്ടർമാരായ P പ്രമോദ്, അരവിന്ദാക്ഷൻ, FJN നജീബ്, സുരേഷ്, ശശിധര പണിക്കർ, സെക്രട്ടറി A സ്മിത, അർജുൻ, ശ്രീജ, അജിത് രാജ് തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെ വാക്കുകൾ വരാത്തതിന് കാരണം മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരെ, നമ്മുടെ സ്വന്തം നാട്ടുകാരെ, നമ്മുടെ സ്വന്തം ബാങ്ക്, അവരുടെ ആദരവ്. ഞാൻ ഇന്നലെ പറഞ്ഞാലേ നജീബിൻ്റെ ഫംഗ്ഷന് പറഞ്ഞ പോലെ ഒരു ഓസ്കാർ അവാർഡ് ഇവിടെ നിന്ന് കിട്ടണേക്കാളും എത്രയോ വലുതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് ചെറുതോ വലുതോ ഉണ്ടാവുക. അപ്പോൾ അതിനെ ഞാൻ അതിൻ്റെ ഗൗരവത്തോടെ ആ സന്തോഷത്തോടെ കൂടിയിട്ട് സ്വീകരിക്കുകയാണ്. നഗരപ്പുറം ബാങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആദ്യം ഞാൻ അക്കൗണ്ട് തുടങ്ങിയത് ഇവിടെ തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. SSLC+2 പഠനം പൂർത്തിയായ വിദ്യാർത്ഥികൾക്കായി പട്ടാമ്പിയിൽ DYFIയുടെ ആഭിമുഖ്യത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. കേരള യൂത്ത് കമ്മീഷൻ ചെയർമാൻ M ഷാജിർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മികച്ച വിദ്യാർത്ഥി SSLC കഴിഞ്ഞാൽ +2 സയൻസിന് പോകും, അതില്ലെങ്കിൽ കൊമേഴ്സ്,
അതില്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നവർ വിദ്യാഭ്യാസം കുറഞ്ഞവർ, കൊമേഴ്സ് പഠിക്കുന്നവർ കുറച്ചും കൂടി വിദ്യാഭ്യാസം മെച്ചപ്പെട്ടവരാണെങ്കിലും ഒരല്പം ജാടയൊക്കെയുള്ളവർ, സയൻസ് പഠിക്കുന്നവർ ഏറ്റവും മികച്ച നിലയിൽ വിദ്യാഭ്യാസം നേടി ഇന്ന് SLC കഴിയുമ്പോൾ തോന്നിയവരും എന്നാൽ +2 SSLC +2 പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സാധ്യതകളും കോഴ്സുകളെ സംബന്ധിച്ചുമുള്ള ദിശാബോധവും നൽകുന്നതിനായാണ് ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചത്. പട്ടാമ്പി രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കേരള യൂത്ത് കമ്മീഷൻ ചെയർമാൻ M. ഷാജിർ ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി അധ്യാപകനായ T. ഹാഷിം ക്ലാസിന് നേതൃത്വം നൽകി. അർജുൻ അധ്യക്ഷനായി. AN. നീരജ്, PV. രതീഷ്, സലീഷ ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. കരിയർ മാപ്പ് 24 എന്ന പേരിലാണ് ഡിവൈഎഫ്ഐ പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ രാമവർമ്മപുരം കേരള പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയോട് ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ അക്കാദമിയിലെ ഓഫീസർ കമാൻഡന്റ് പ്രേമൻ കടന്നപ്പള്ളി ഒളിവിൽ. ഉദ്യോഗസ്ഥൻ ഒളിവിൽ പോയത് വനിതാ ഉദ്യോഗസ്ഥയുടെ പരാതിയിൽ വിയ്യൂർ പോലീസ് കേസെടുത്തതിന് പിന്നാലെ മുൻകൂർ ജാമ്യത്തിന് ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായാണ് നീക്കമെന്ന് സൂചന. ചെറുതുരുത്തി ചുങ്കത്ത് 3 പതിറ്റാണ്ട് മുമ്പ് കോൺഗ്രസ് സ്ഥാപിച്ച സ്മൃതി മണ്ഡപം പൊളിച്ചു നീക്കി. നടപടി ചെറുതുരുത്തി പൊന്നാനി റോഡ് വികസനത്തിന്റെ ഭാഗമായി കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ. പാതയിലെ സ്തൂപം പൊളിച്ചു മാറ്റിയത് വെള്ളിയാഴ്ച രാവിലെ കനത്ത പോലീസ് കാവലിൽ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ചേലക്കര സ്വദേശി കുന്നംകുളം പോലീസിന്റെ പിടിയിൽ. കുപ്രസിദ്ധ കുറ്റവാളി അബ്ദുൾ റഹീമിനെ അറസ്റ്റ് ചെയ്തത് കേച്ചേരി സ്വദേശിയെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ. കുന്നംകുളം കീഴൂരിൽ 22 വയസ്സുകാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. മരിച്ചത് കീഴൂർ തെക്കേക്കര വീട്ടിൽ ഫെബിന്റെ മകൻ ജോൺ. ചരിത്രായനവുമായി പാലക്കാട് ജില്ലാ ലൈബ്രറി കൗൺസിൽ. സാംസ്കാരിക ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. ഒറ്റപ്പാലത്ത് CITU സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് തൊഴിലാളി സംഗമം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.